എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷന്മാരിലെ ലിംഗത്തിൽ സഹിക്കാനാവാത്ത വേദന വരികയും മഞ്ഞ നിറം പ്രകടമാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ലിംഗത്തിൽ കഠിനമായ വേദനയും ലിംഗം മഞ്ഞ നിറവുമാകുമ്പോഴാണല്ലോ രോഗികൾ ഡോക്ടർമാരെ കണ്ട് പരിശോധന നടത്തുന്നത്. അതെ, ഇതുപോലെ ഒരു അനുഭവം വടക്കു കിഴക്കൻ ചൈനയിലെ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ രോഗിയിൽ കണ്ടിരുന്ന തടിപ്പുള്ള പിണ്ഡം വിജയകരമായി നീക്കം ചെയ്യുകയും രോഗി പൂർണ്ണമായി സുഖം പ്രാപിച്ചതുമായാണ് ഡോക്ടർമാർ പറയുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ 6 തവണ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ അവസ്ഥക്ക് കാരണം എന്താണെന്ന് ഡോക്ടർമാർക്ക് പോലും അധികം അറിയില്ല. അത് വീണ്ടും വലുതായി വളരുകയും വലുതാകും തോറും കൂടുതൽ വേദനാജനകമാവുകയും ചെയ്യുന്നു. അതെ, യൂറോളജിസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ രോഗിയുടെ ലിംഗഭാഗത്ത് പിണ്ഡം കണ്ടെത്തി. ചർമ്മത്തിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന കട്ടിയുള്ള കോൺ ആകൃതിയിലുള്ള മുഴയാണ് അതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ അവസ്ഥയെ പലപ്പോഴും മൃഗക്കൊമ്പിനോട് ഉപമിക്കാറുണ്ടത്രേ. കാരണം വളർച്ച തലയിലും മുഖത്തും കാണപ്പെടുന്നു. എങ്കിലും നെഞ്ചിലും കഴുത്തിലും തോളിലും ലിംഗത്തിലും ഈ മുഴകൾ പ്രത്യക്ഷപ്പെടുന്നതായി ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻപ് 3 വർഷം മുൻപും ഇതുപോലൊരു അപൂർവ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനെ പെനിൽ ഹോൺസ് എന്നാണ് വിളിപ്പേര്. അതെ, 1990 മുതൽ പെനിൽ ഹോൺസിന്റെ 5 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ മുഴകൾ ചിലപ്പോൾ അർബുദമാകാം, എങ്കിലും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് ചൈനയിൽ 3 എണ്ണവും സ്പെയിനിലും US-ലും 1 എണ്ണം വീതവും കണ്ടെത്തിയിട്ടുള്ളതായി വിദഗ്ധർ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതിനാൽ ലിംഗത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും ഉടൻ തന്നെ പരിഹാരം തേടുകയോ മതിയായ ചികിത്സ ലഭ്യമാക്കുകയോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.